അപ്പം സാറ്റർഡേ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നു. ലാലേട്ടൻ മഞ്ഞക്കാടൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇത് ആർക്കായിരിക്കും ഒരു എത്തും പിടുത്തുമില്ല അല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് പക്ഷെ 3 പേരെയാണ് എൻ്റെ മൈൻഡിൽ വന്നത് യെല്ലോ കാർഡ് കണ്ടപ്പോൾ. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അഭിഷേക് ശ്രീകുമാർ ആ ഫസ്റ്റ് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 9 വോട്ടൊക്കെ കിട്ടിയല്ലോ. ആ കിട്ടാനുണ്ടായ സാഹചര്യം, അപ്പോൾ അവിടെ നടത്തിയ എന്തോ പരാമർശം, അപ്പോൾ അതിനാണോ മീൻ ചെയ്യുന്നത്? രണ്ടാമത്തേത് ജാൻമണിക്ക് വാണിംഗ് എല്ലാം കൊടുത്തു, എന്നിട്ടും മാറാതെ ഇപ്പം ഈ അടുത്ത് ഓങ്ങിയില്ലേ നോറയ്ക്ക് നേരെ, അപ്പം അതൊരു ലാസ്റ്റ് വാണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. സോ അപ്പോൾ അത് ലാലേട്ടൻ വന്ന 2 ആഴ്ചയായിട്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ്. ലാലേട്ടനാണല്ലോ എപ്പിസോഡ് തൂക്കുന്നത്. സോ 3-ാമത്തെ ആഴ്ചയും വന്നിട്ട് ഒരൊറ്റ കൊടയാനായിട്ടുള്ള മഞ്ഞക്കാടാണോ എന്നുള്ളതും എനിക്കൊരു സന്ദേഹമുണ്ട്. എൻ്റെ ഒരു സംശയത്തിൽ അത് 2 ഉണ്ട്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ സീക്രട്ടാക്കി വെക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പരസ്യമാക്കിയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ. 2 തവണ വന്നപ്പോൾ തന്നെ എല്ലാം കൂടെ പെട്ടെന്ന് ഉടച്ച് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് 2 തവണ കിട്ടുകയും ചെയ്തു, 2 കൊട്ടും കിട്ടിയില്ലേ? അപ്പം അതാണോ മാറ്റർ? ഇനിയിപ്പോൾ 3-ാമത് വന്നാൽ പുറത്താക്കുകയല്ലേ. അപ്പം അതിനും ചേർന്ന് വേണ്ടിയാണോ ഈ മഞ്ഞക്കാട് കൊണ്ടുവന്നത് എന്നുള്ളത് അറിയില്ല. എനിക്ക് നോക്കിയിട്ട് ഈ 3 പേരാണ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സംശയമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. സോ സംഗതി ഒരു മഞ്ഞക്കാട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇന്നും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എപ്പിസോഡ് അങ്ങ് തീ പാറുന്ന പോലെ ഉണ്ടാവും. സാറ്റർഡേ സൺഡേ എപ്പിസോഡ് പറഞ്ഞാൽ എല്ലാവരും ഒരു എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ലാലേട്ടൻ വന്നാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുള്ളത് അതേപോലെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച മഞ്ഞക്കാട് കൊടുക്കുന്ന ആൾ ഇനി എന്തെങ്കിലും ആ ഒരു റൂൾ ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് ചുവന്ന കാർഡുമായിട്ട് വരും. പിന്നെ ഒന്നും പറച്ചിലില്ല, പുറത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. സോ നമുക്കിപ്പോൾ എപ്പിസോഡിൽ അറിയാൻ പറ്റും ഇത് പ്രൊമോ ആയതുകൊണ്ട് ആർക്ക് എന്തിന് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാവാത്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.